ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളാണ് ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ. ബോധാനന്ദ സ്വാമികൾ വളരെ രജോ ഗുണത്തോടുകൂടി സമൂഹത്തിലെ അനീതിക്കെതിരെ പ്രവർത്തിച്ച ഒരു മഹാത്മാവാണ്. ഗുരുവിൻ്റെ വിൽപത്രപ്രകാരം ധർമ്മസംഘത്തിൻ്റെ, സന്യാസി സംഘത്തിൻ്റെ എല്ലാ സ്വത്തുക്കളും, അതുപോലെ മഠത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമൊക്കെ ഗുരു ബോധാനന്ദ സ്വാമിക്കാണ് കൊടുത്തത്. വെറും വാക്കുകൊണ്ട് മാത്രമല്ല, അത് അഭിഷേകം ചെയ്ത് അനന്തരാവകാശിയായിട്ട് വാഴിക്കുകയും ചെയ്തു. ബോധാനന്ദ സ്വാമി ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ എന്ന് തുടങ്ങുന്ന ഒരു കൃതി. ആ കൃതി ധ്യാനത്തിലൂടെ എൻ്റെ മനം ഓരോരുത്തരുടെയും, ആരാണോ അത് ചൊല്ലുന്നത് അല്ലെങ്കിൽ ഈശ്വരാന്വേഷണത്തോടു കൂടി പുറപ്പെടുന്നത്, ആ ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ. ഹൃദയം എന്ന് പറയുന്നത് മനസ്സിനെ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ അതിൽ ബോധാനന്ദ സ്വാമി പറയുകയാണ്, എന്നുള്ളമാണ് ഈ ഉലകിൽ സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിട്ടുള്ളത്. എൻ്റെ ഉള്ളം, എൻ്റെ മനസ്സ് തന്നെയാണ് ഇവിടെ നല്ലതിനും ചീത്തയ്ക്കും ഹേതുവായിരിക്കുന്നത് എന്നെടുത്ത് പറയാണ്. ഇതിനെ മാറ്റി നിന്നിൽ എൻ്റെ ഹൃദയം ആർന്ന് ഇരിക്കണം. നീ എന്ന് പറയുമ്പോൾ അവിടെ ആ ചൈതന്യത്തെയാണ്. തത്വമസി എന്ന് മഹാവാക്യം മഹർഷി പറഞ്ഞിട്ടുണ്ട്. 4 മഹാവാക്യങ്ങളിൽ ഒരു മഹാവാക്യമാണ് തത്വമസി. പൊതുവെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ആ 18ാം പടി കയറി ചെല്ലുമ്പോൾ അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് തത്വമസി. അത് അയ്യപ്പസ്വാമി പറഞ്ഞതല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അത് നമ്മളുടെ മഹർഷിമാർ, ഉദ്വാലക മഹർഷി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഹിമാലയത്തിലാണ് തപസ് ചെയ്തിരുന്നത്. ഉത്തരകാശി എന്ന സ്ഥലത്തിന് ആ ഒരു ഗ്രാമമുണ്ട്, ഉദ്വാലക ഗ്രാമം. ഗംഗയുടെ തീരത്ത് അദ്ദേഹത്തിനൊരു ഗുഹയും ഉണ്ടായിരുന്നു. ഉദ്വാലക ഗുഹ എന്നാണ് അതിന് പേര്. അപ്പോൾ ആ മഹർഷി സ്വന്തം മകന്, പണ്ട് കാലത്ത് അങ്ങനെയാണ്, മഹർഷിമാർ തൻ്റെ മക്കൾക്ക് ഈ ബ്രഹ്മവിദ്യ പകർന്നു കൊടുക്കും. ഓരോ ഗ്രാമത്തിലും ഓരോ മഹർഷിമാരുണ്ടാവും. അവർ ഒരു ഗുരുകുലം നടത്തുന്നുണ്ടാവും. കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കുവാനുള്ളതാണ് ഗുരുവിൻ്റെ ഗുരുകുലം. ആ കാലമെല്ലാം പോയി. അതെല്ലാം ഒരു സുവർണ കാലം ആയിരുന്നു. ഇന്ന് നമ്മൾ ഹൈടെക്കിലേക്ക് പോയിരിക്കുകയാണ്. ഹൈടെക്കിലേക്ക് പോയപ്പോൾ മാനുഷിക മൂല്യങ്ങളെല്ലാം നശിച്ച് ആരോഗ്യമില്ലാത്തവരായി, യന്ത്ര മനുഷ്യരായിട്ട്, മനസ്സൊക്കെ ആ രീതിയിലേക്ക്, വിചാരങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ആ രീതിയിൽ നമ്മൾ പോവുകയാണ്. അത് ഇന്നത്തെ ഒരവസ്ഥ. അന്നത്തെ ഒരു തലം വേറെ ഒന്നായിരുന്നു. എന്തായാലും ആ സമയത്ത് ഉദ്വാലക മഹർഷി തൻ്റെ മകനോട് ഉപദേശിക്കുന്നതാണ് തത്വമസി, അത് നീ തന്നെയാകുന്നു. അത് 9 ഉദാഹരണങ്ങളിലൂടെ ബ്രഹ്മവിദ്യ അദ്ദേഹം ഉപദേശിക്കുകയാണ്. ആ മഹാവാക്യത്തെ ആണ് ശബരിമല സന്നിധാനത്തിൽ, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ ആ ശ്രീകോവിലിൻ്റെ മുൻവശത്ത്
എഴുതി വച്ചിരിക്കുകയാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അയ്യപ്പസ്വാമി ചിന്മുദ്ര പിടിച്ചിട്ടുണ്ട്. ആ ചിന്മുദ്രയുടെ അർത്ഥവും അതുതന്നെയാണ്. എപ്പോഴാണോ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നത്, അപ്പോഴാണ് ആ അറിവ് അത് നീയാകുന്നു, അതായത് ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന ആ അവസ്ഥ നീ തന്നെയാണ്. ഇപ്പോൾ ജീവൻ എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്തല്ല, അല്ലെങ്കിൽ ആ ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അത് പരമ്പൊരുൾ തന്നെയാണ്, അത് നീ തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിച്ചു പോരുന്ന അദൃശ്യമായിട്ടുള്ള ഏതൊരു ചൈതന്യമാണോ, ആ ചൈതന്യം തന്നെയാണ് നിൻ്റെ ഉള്ളിലും കുടികൊള്ളുന്നത് എന്നുള്ള ആ ബോധം, അവബോധം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ അറിവ് എപ്പോഴാണോ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്, അതായത് ഈ മനസ്സിലേക്ക് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ മനസ്സിന് മനസ്സിലാകുന്നത്, അപ്പോഴാണ് ഈ ഉള്ളം, ഈ മനസ്സ്, ആ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ജന്മജന്മാന്തരങ്ങളിലൂടെ വന്നു പോകുന്ന ഈ അഴുക്കുകളെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ ഈ മനസ്സാണ്, ഈ മലീമസമായിട്ടുള്ള മനസ്സാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമെന്ന് തിരിച്ചറിഞ്ഞ് ആ അഴുക്കുകളെ മാറ്റി കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് ആ ചൈതന്യമാണ് എന്നുള്ള അവബോധത്തിലേക്ക് നമുക്ക് ഉണരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് എൻ്റെ മനസ്സ് ലയിക്കട്ടെ, അതുകൊണ്ടാണ് ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബോധാനന്ദ സ്വാമികൾ അതിമനോഹരമായ അർത്ഥവത്തായ ഒരു കൃതി രചിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾക്കും നമ്മുടെ മനസ്സിനെ ആ ഒരു ലയാവസ്ഥയിലേക്ക് ദിവസവും കുറേശ്ശെ സമയം കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതവും കൃതകൃത്യമാകും. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.